ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാമത്തെ അധ്യായം 24 മുതൽ 30 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. കർത്താവും ശിഷ്യന്മാരും ഒരുമിച്ചുള്ള യാത്രയിൽ ഇടയ്ക്ക് ശിഷ്യന്മാർ തമ്മിൽ ഒരു കലപില. തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതായിരുന്നു അവരുടെ തർക്കത്തിൻ്റെ വിഷയം. ഇതെല്ലാം കേട്ട് മുൻപിൽ നിശബ്ദനായിട്ട് നടന്ന യേശുനാഥൻ വൈകിട്ട് അത്താഴമൊക്കെ കഴിഞ്ഞ് ഒരുമിച്ചിരുന്നപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, വഴിയിൽ വെച്ച് നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് തർക്കിച്ചത്? സ്വാഭാവികമായിട്ടും മൗനമായിരുന്നു അവരുടെ ഉത്തരം. തങ്ങളിൽ വലിയവൻ ആരാണ് എന്നതിനെക്കുറിച്ചാണ് തർക്കിച്ചതെന്ന് പറയാനുള്ള വലിപ്പം എന്തായാലും അന്നവർക്കില്ല. പക്ഷെ ഈശോ പറഞ്ഞു കൊടുത്തു, വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ ചെറിയവനാകണം, ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനാകണം. ഭക്ഷണമേശയിൽ വിളമ്പുന്നവനോ ഭക്ഷിക്കുന്നവനോ ആരാണ് വലിയവൻ? വിളമ്പുന്നവനല്ല, ഭക്ഷിക്കുന്നവനാണ് എന്ന് നാട്ടുനടപ്പാണ്. പക്ഷെ ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഇടയിൽ വിളമ്പുന്നവനായിരുന്നു. ചെറുതാകലിൻ്റെ വലുതാകല്, ചെറുതാകലിലൂടെ വലുതാകല് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ പുലർത്തണമെന്ന് ഈശോ ആഗ്രഹിക്കുന്ന പുണ്യമത. കുഞ്ഞു കാര്യങ്ങൾ ചെയ്യാനുള്ള ഹൃദയത്തിൻ്റെ വലിപ്പം. ഒരു ക്ലാസ് റൂമിൽ ഒരു പേപ്പർ കഷ്ണം കിടന്നാൽ അതെടുത്തു മാറ്റാൻ ഒരുപക്ഷെ സ്കൂളിലെ കുട്ടികൾ മടിക്കും. പക്ഷെ അധ്യാപിക അത് മാതൃകാപരമായിട്ട് എടുത്ത് കളയുമ്പോൾ കുഞ്ഞുങ്ങളത് മാതൃകയാക്കും, അനുകരിക്കും. ഇവിടെ ടീച്ചറിൻ്റെ വലിപ്പം കൂടുക. അത് വികാരിയച്ഛനോ കുടുംബത്തിലെ അപ്പനോ സമൂഹത്തിലെ നേതൃസ്ഥാനീയരായിട്ടുള്ള ആർക്കും ഇത് ചെയ്യാം. ചെയ്യുമ്പോൾ വലിപ്പം കൂടുമെന്ന് നാം തിരിച്ചറിയണം. എളിയവരുടെ തലത്തിലേക്ക് ഇറങ്ങി വരാൻ മനസ്സ് കാണിക്കുമ്പോൾ അത് സമൂഹം കൊടുക്കുന്ന വില വലുതായിരിക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ലാളിത്യത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. മരിക്കുവോളം അദ്ദേഹം കർദിനാൾമാർ അവർക്കായി നിയോഗിക്കപ്പെട്ടിരുന്ന ക്വാർട്ടേഴ്സിൽ തന്നെയാണ് താമസിച്ചത് എന്ന കാര്യം നമുക്ക് മറക്കാതിരിക്കാം. തീരുമാനിച്ചുറപ്പിച്ചിട്ട് തന്നെയാണ്. മാർപ്പാപ്പയുടെ കൊട്ടാരത്തിൽ അദ്ദേഹം ഒരിക്കലും താമസിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. എന്നും അത് തുടരുകയാണ്. മദർ തെരേസായുടെ എളിമ വേറിട്ടതാക്കി ആ പുണ്യജീവിതത്തെ. പരിശുദ്ധ അമ്മ പറയുന്നത്, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. അവിടുന്ന് താഴ്മയെ തൃക്കൺ പാർത്തു. പ്രിയപ്പെട്ടവരെ, സ്വർഗരാജ്യ പ്രവേശനത്തിന് ഈ ചെറുതാകല് ഏറെ അനിവാര്യമാണ് എന്ന് വചനം നമ്മുടെ ഹൃദയത്തിൽ കോറിയിടുന്നുണ്ട്. അതുകൊണ്ട് നമുക്കും ആഗ്രഹിക്കാം. ഈശോ ഒന്നാമന് കൊടുത്ത വില ചെറിയവന് കൊടുത്ത വിലയാണ്. നേതാവിന് കൊടുത്ത വില ഏറ്റവും എളിയ പ്രവർത്തകനുള്ള വിലയാണ്. നേരെ തെളിച്ച് ഏറ്റവും എളിയവനെ അവൻ ഒന്നാമനായി കരുതി, ശുശ്രൂഷിച്ചവനെ ഗുരുസ്ഥാനീയനായിട്ട് കരുതി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമുക്ക് അഭിമാനിക്കാം. അതൊന്നും ചെയ്യാൻ എനിക്ക് പറ്റില്ല, അതൊന്നും എൻ്റെ ലെവലിൽ വരുന്ന കാര്യമല്ല എന്ന് ചിന്തിക്കാതെ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ സന്തോഷം അനുഭവിക്കാൻ നമുക്ക് ആഗ്രഹിക്കാൻ. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കൽ മാത്രമല്ല, അത് ചെയ്യുന്നതും പുണ്യമാണ് എന്ന് നാം തിരിച്ചറിയണം. മറ്റുള്ളവരുടെ നല്ല അഭിപ്രായങ്ങൾക്ക്, മറ്റുള്ളവരുടെ കയ്യടിക്ക് വിലയുണ്ടാകുന്നത് കുഞ്ഞു കാര്യങ്ങൾ ചെയ്യാൻ കാണിക്കുന്ന വലിയ മനസ്സിനുള്ള
അംഗീകാരമാണ്. ഒരുപക്ഷെ ആധുനിക കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങൾ ഇതൊന്നും കണ്ടു വളരാത്തവരോ പഠിക്കാത്തവരോ ആയതുകൊണ്ട് മാതാപിതാക്കൾ എന്തെങ്കിലും ചെയ്താൽ അമ്മേ ഇതും കൂടെ ചെയ്തോ എന്ന് പറയുന്ന പോരുകുത്തുന്ന അമ്മായിയമ്മമാർ മരുമകളെ കൊണ്ട് മുറ്റമടിപ്പിക്കാൻ വീണ്ടും ചവറിട്ട് കൊടുക്കുന്നത് പോലെ ഒരുപക്ഷെ പ്രവർത്തിക്കുന്നവരുണ്ടാകാം നമുക്ക് ചുറ്റും. ഈ ലോകത്തിന് അംഗീകാരം അല്ലല്ലോ നമുക്ക് വേണ്ടത്, സ്വർഗത്തിന് അംഗീകാരമല്ലേ. ഈ ലോകത്തിൻ്റെ കയ്യടി അല്ലല്ലോ, ദൈവത്തിൻ്റെ കയ്യടിക്കല്ലേ വില. അതുകൊണ്ട് നമുക്ക് ആഗ്രഹിക്കാം എളിയവനാകാൻ, ചെറിയവനാകാൻ. സ്വർഗം വിട്ട് ഭൂമിയോളം ചെറുതായവൻ, ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ചാണകം നാറുന്ന മൂത്രം നാറുന്ന കാലിത്തൊഴുത്തിൽ പിറന്നവൻ, ഒരു കുഞ്ഞപ്പമായി ഓസ്തിരൂപനായി സക്രാരിയുടെ വീർപ്പുമുട്ടലിൽ ഒതുങ്ങിക്കഴിയുന്നവൻ, അവനെയാണ് ലോകം ഏറ്റവും വലിയവനായിട്ട് കരുതുന്നത്. നമുക്കും അങ്ങനെയൊക്കെ ആകാനുള്ള ആഗ്രഹം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.